കലാശാലയുടെ വേദിയിലേക്ക് ഇനി ഒരു തകർപ്പൻ സ്കിറ്റുമായിട്ട് എത്തുന്ന ടീമാണ് ടീം റോയൽ ചലഞ്ചേഴ്സ്. എന്റെ ഭഗവാനെ, ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തുമാത്രം കഷ്ടപ്പാടാ. രാവിലെ എഴുന്നേക്കണം, മുറ്റമടിക്കണം, മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടണം. ഈ വീട്ടിലെ സർവത്ര ജോലിയും നമ്മൾ തന്നെ ചെയ്യണം. എന്തിന്? 6 മണി തൊട്ട് 10 മണി വരെയുള്ള എല്ലാ സീരിയലും ഞങ്ങൾ തന്നെ കുത്തിയിരുന്ന് കാണണം. അവസാനം കരഞ്ഞ് കണ്ണില് വെള്ളവുമില്ല, പൈപ്പിലും വെള്ളമില്ല. കഷ്ടം തന്നെ. പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും. എടിയേ, പുതിയ കണ്ണാടി മേടിച്ചപ്പം നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയും എനിക്ക് കാണാം, നമ്മുടെ വീടും കാണാം, നിന്നെ നല്ല വൃത്തിയായിട്ട് കാണാം. എന്റെ പൊന്ന് സുധാകരണ്ണ, ഇതാണോ നിങ്ങളെ വീട്? ദേ ആ കാണുന്നല്ലേ നിങ്ങളുടെ വീട്. അയ്യോ, കണ്ണാടി വെച്ചിട്ടും കാഴ്ചയില്ലേ? ആ കണ്ണാടി ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ. എന്റെ മകൻ ദുബായിൽ നിന്ന് കൊണ്ട് തന്ന കണ്ണാടിയാ. നല്ല കണ്ണാടി കേട്ടാ, പക്ഷെ ഇതിന്റെ ഗ്ലാസ് അറബി കൊടുത്തു വിടാൻ മറന്നിട്ടുണ്ട്. ഇതൊക്കെയല്ലേ എന്റെ വീട്ടിലോട്ടുള്ള വഴി ഇവിടെ. ഇതോ നേരെ പോണം. ആ, അത് വഴിയാ. ഇടത്തോട്ട്. അയാളെ കാര്യത്തിലൊരു തീരുമാനമായി. വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ. ദേ മനുഷ്യ, നിങ്ങൾ ആ ബാത്റൂമിൽ ഒരു കഥക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ അകത്തിരുന്ന് ഇങ്ങനെ പാടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? എടി, ഇതുപോലുള്ള 4 ചുവരുകൾക്കുള്ളിലാണ് ഇന്ന് പാടി വലുതായ പല കലാകാരന്മാരും ഗായകരും പാടിയിട്ടുള്ളതും വലുതായിട്ടുള്ളതും. ചിലപ്പോ നാളെ ഞാൻ വല്ലവനും ആയാലോ. ജോലിക്കും കൂലിക്കും പോകൂല, വലിയ ഗായകനാവും പോലും. ഓ, ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ കൊണ്ടല്ല, അതിന്റെ ഞാൻ ചൂടുള്ളടുത്ത് ഒഴിച്ചു തരും. വേണ്ട. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി. എന്നെ കൂടുതൽ നീ കളിയാക്കരുത്. എടി, ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് അമ്പല കമ്മിറ്റിക്കാർ എന്റെ ഒരു കച്ചേരി വേണമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അതിലും നല്ലതേ അവിടത്തെ സമൂഹ സദ്യക്കകത്ത് അല്പം വിഷം കലർത്തുന്നതല്ലേ. ദേ, ഉത്സവത്തിന് നിങ്ങൾ ആ പരിസരത്തെങ്ങാനും ഞാൻ കണ്ടോ, എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം ധരിക്കുന്ന നിനക്ക്? എനിക്കേ അവിടെ താലപ്പൊലി ഉള്ളതാ. ആ, അപ്പൊ ഇപ്രാവശ്യത്തെ ഉത്സവത്തിനും ആനയടയും. ഒരു കാര്യം ചെയ്യ്. ഇവിടെ ചായ ഒന്നുമില്ല. ഇവിടെ ചായ ഒന്നുമില്ല. ചായ ഇവിടെ ഒന്നുമില്ലാന്ന്. ചായ വേണ്ട. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? കഴിക്കാനും ഇല്ല ഇവിടെ ഒന്നും. എടി, നിന്റെ കൈ കൊണ്ട് വല്ലതും ഉണ്ടായി തന്ന് എനിക്ക് ചാവാൻ പറ്റുമോ തിന്ന്? ദേ, പാചകം എന്നൊക്കെ പറയണത് ഒരു കലയാണ് മനുഷ്യ. അത് ഓരോ സ്ത്രീകൾക്കും ഓരോ കൈപുണ്യമാണ്. ദേ, ആ ഇരിക്കുന്ന സുനിത ചേച്ചിക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതില്ല കൈപുണ്യം. ആ ഇരിക്കുന്ന ചന്ദ്രിക ചേച്ചിക്ക് അവിയൽ ഉണ്ടാക്കുന്നതില്ല കൈപുണ്യം. പിന്നെ എന്റെ കൈപുണ്യം എന്നൊക്കെ അയ്യോ, എന്റെ ഭാര്യയുടെ കൈപുണ്യം നിങ്ങളെക്കാളും മേലിലാണ്. എന്തെന്നറിയാവോ? എന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്ന മുമ്പ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൊളസ്ട്രോള്, ഷുഗർ, BP, മൂത്രത്തിക്കല്ല്, വൃക്കൈക്കല്ല് എല്ലാം ഉണ്ടായി. അത്ര കൈപുണ്യാണ് എന്റെ ഭാര്യയ്ക്ക്. ചുമ്മാന്നും അല്ലല്ല, ഞാനല്ലേ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് മൂക്കുമുട്ട തിന്നാ കൊണ്ട് വരണത് ഇവിടെ. തോന്നുന്നു ഞാൻ കുടിച്ച് അടക്കണമെന്ന് വിചാരിക്കുമല്ലോ. ഇന്നലെ അടുക്കളക്കകത്ത് ഒരു ഫ്രിഡ്ജ് തുറന്ന് കുപ്പിയും വെള്ളം എടുത്തോണ്ട് പോയത് ഞാൻ കണ്ട്. ഇതാണ് ഈ പെണ്ണുങ്ങളെ കുഴപ്പം. എടി, ഞങ്ങൾ ആണുങ്ങൾ വൈകുന്നേരം വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നൊരു കുപ്പി വെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സും എടുത്ത് നെല്ലിക്ക അച്ചാറെടുത്ത് പറമ്പിൽ പോണത് വെള്ളം അടിക്കാനാണ്. അല്ലണ്ണ, നെല്ലിക്ക തളം വെച്ച് കുളിക്കാൻ. എവിടെ പോണ്? ഞാനാണ് ഭയങ്കര തലവേദന, ഒരു ഗുളിക വാങ്ങിച്ചോണ്ട്. ചേട്ടാ, തലവേദനയുടെ ഗുളിക വാങ്ങിച്ചോണ്ട് വരുമ്പോഴേ ഒരു സെറ്റ് പല്ലും കൂടെ വാങ്ങിച്ചോണ്ട് വരും ചേട്ടാ. ഇവിടെ എങ്ങാനും ഇന്നലെ പോലെ കുടിച്ചോണ്ട് വന്ന നിങ്ങൾ 32 പല്ലിന് ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. ഫോണ് പോലും എന്തിങ്ങനെ നിൽക്കുന്നത്? ഇവിടത്തെ ഇന്ത്യ സർവേ അനുസരിച്ച് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുടിയന്മാരുള്ളത്. നിങ്ങളെപ്പോലുള്ള കുടിയന്മാര് എന്ന് കുടി നിർത്തണോ അന്നേ ഈ കേരളം നന്നാവുള്ളൂ. എടി, വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്ന സാധനങ്ങൾ സർവേ ഒന്നും പറഞ്ഞ് നിൽക്കരുത്. എടി, ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ അനാവശ്യത്തിനും ആവശ്യത്തിനും നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്.
നമ്മളെ കുടിയന്മാരെ കുടിച്ചു പോകും ആഘോഷം ഉണ്ടെങ്കിൽ കേട്ടാ. കൊറേ കുടിക്കും, ഇനി വൃത്തിയാ കുടിക്കും. സർക്കാരെ മദ്യത്തിനൊക്കെ വില കൂട്ടി തുടങ്ങി. എടി 500-ന്റെ ഫുള്ള് 5000 രൂപ ആയാലും ഞങ്ങളെ കുടിയന്മാർ കുടിച്ചിരിക്കും. നിനക്കൊരു കാര്യം അറിയാവോ? ധീരന്മാർക്കൊരിക്കലും തോറ്റ ചരിത്രമില്ല. അമരേന്ദ്ര ബാഹുബലി. ഈ കണക്കിന് പോണെങ്കിലേ അടുത്ത കർക്കിടക വാവിന് നമ്മളെ പിള്ളേര് നിങ്ങൾക്ക് ബലിയിടേണ്ടി വരും. ഞാൻ മനുഷ്യ, എന്റെ ഇത്രയും നീളമുള്ള കഴുത്തി കിടന്ന മാല നിങ്ങൾ പണയം വെച്ച് കുടിച്ചില്ലേ മനുഷ്യ? നിന്റെ മാല ഞാൻ പണയം വെച്ച് കുടിച്ചില്ല. നിങ്ങൾ എന്റെ മാല പണയം വെച്ച് കുടിച്ച്. എടി നിന്റെ മാല പണയം വെച്ചാണ് ഞാൻ കുടിച്ചത്. വിറ്റല്ലേ കുടിച്ചത്? പണയം വെക്കാ പലിശ നിന്റെ അച്ഛൻ ഹലോ കൊണ്ടടയ്ക്കോ? ആ കാക്ക, ഇല്ല കാക്ക കാണാൻ ഞാൻ വരും. കാക്ക ഞാൻ ഇവിടെ അടുത്തൊരു വീട് വരെ പോവാണ്. ആ ഇല്ല കാക്ക ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ. ശരിയാക്ക. ഓക്കെ കാക്ക, ഓക്കെ. നാടിന്റെ ഓരോ ടെക്നോളജിയും വളർച്ചയും. കാക്കകൾക്ക് ഒരേ മൊബൈൽ ഫോൺ. അതെ, ഈ കാക്ക പറക്കുമ്പോ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് തന്നെയാ പറക്കണത്. ഏത് കാക്ക? അല്ല മറ്റേ പറക്കണാകി. എടാ, പറക്കുന്ന കാക്കയുടെ കാര്യമല്ല പറഞ്ഞെ. ജനങ്ങളെ പറപ്പിക്കുന്ന ഒരു കാക്ക അറിയാവോ? ആ. പലിശക്കാരൻ കാക്ക. അയ്യോ, ഞാൻ നീ കാശ് കൊടുക്കണ്ട. നീ കാശ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ പെങ്ങളെ, ഇവൻ എന്റെ കൂട്ടുകാരനായോണ്ട് ഇത്ര നാൾ ഞാൻ ചോദിക്കാഞ്ഞത്. അപ്പൊ ആ മറ്റേ വാടക പലിശ ഉണ്ടല്ലോ, എടേ. അതിഞ്ഞ് തരണം. തരാം, താമസിക്കാതെ തരാം പ്ലീസ്. അയ്യോ, നീ താമസിക്കാതെ തരണ്ട. നീ താമസിച്ചാണ്ട് ഇങ്ങനെ തന്നാ മതി. വേണ്ട, എന്റെ സഹോദരൻ ഇന്ന് തന്നെ ഗൾഫിൽ പോകുന്നുണ്ട്. അവിടെ പോയ ഉടൻ തന്നെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതുവരെ അണ്ണ ക്ഷമിക്കണം നമ്മളെ കാര്യത്തിൽ. ഗൾഫിലൊക്കെ പോവാ. പിന്നെ എങ്ങനെ ഗൾഫിൽ പോകും? ഇങ്ങനെ എന്നും അടിയും പിടിയൊക്കെയാണ്. ഇന്നലെ ആരെയൊക്കെ ഇങ്ങനെ ഓട്ടിച്ചെണ്ണ. എടാ നിനക്കറിയത്തില്ലേ? എടാ ഈ കേസും പക്കാണോ ഒക്കെ ഉണ്ടെങ്കിൽ ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. എനിക്കറിയാലോ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അവിടെ തടക്കി ഓളാം. ഇന്നലെ മറ്റേ വിറയിന്റെ ഇപ്പുറത്ത് നിന്നപ്പോ കുറെ നാളും ഞാൻ ഓങ്ങനെ ഞാൻ ഓടി വന്ന്. ഞാൻ പിന്നെ ആള് കൂടിയാ പിന്നെ എങ്ങനെ അറിയാ ഞാൻ അവിടെ നിൽക്കുന്നത്? ഇപ്പൊ വലിയ ധീരനാണ്. നാളെ വലിയ അടി കൊണ്ട് ഓടി പരിക്കാത്ത വന്ന് കയറി. എടാ ആള് കൂടുതലുണ്ട്. ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. എത്ര വലിയ ധീരന്മാരായാലും അടി വന്നാ ഓടും. പിന്നെ അവര് 2 പേരുണ്ടായിരുന്നു. ഞാനും അടിയും ഒറ്റയ്ക്ക്. അവർ 2 പേരും ഉണ്ടായിരുന്നു. ഇവർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ സംഭവിക്കുക കുഴപ്പമില്ല. പിന്നെ പെങ്ങളെ, നമ്മുടെ നിങ്ങളുടെ ആ മക്കളെ ഹിന്ദി പഠിപ്പിക്കുന്ന ട്യൂഷൻ മാഷ് ഉണ്ടല്ലോ, അങ്ങനെ നമ്പർ എനിക്കൊന്ന് തരണം. എന്തിനാ? എനിക്ക് കുറച്ച് ഹിന്ദി പഠിക്കാനാ. എടാ നീ എന്തിന്റെ വയസ്സുകാലത്ത് ഹിന്ദി പഠിക്കണത്? നീ എന്താടാ ഒന്നും അറിയാതെ സംസാരിക്കുന്നത്? എടാ നിനക്കറിയത്തില്ലേ, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ ഡൽഹിയിൽ നല്ല ദത്തെടുത്തത്. എടാ 1 വയസ്സാകുമ്പോ അവൻ ഹിന്ദി പറഞ്ഞ് സംസാരിച്ചു തുടങ്ങും. എനിക്ക് അവനോട് എന്തെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങണ്ടേ? തുടങ്ങിയപ്പോ പിന്നെ അണ്ണ ഒരു ജോലിക്കും കൂലിക്കും ഒന്നും പോവില്ല. ഞാൻ വേണം കഷ്ടപ്പെട്ട് വല്ലതും ഇവിടെ കൊണ്ടുവരെ. നീ എന്താടാ ഇങ്ങനെ തുടങ്ങുന്നത്? എടാ ഭാര്യ 3 മക്കളും നിനക്കില്ലേ? ഉണ്ട്. എടാ ആണുങ്ങൾ ജോലിക്ക് പോകണം, അല്ല പെണ്ണുങ്ങളെ ജോലിക്ക് വിട്ടിട്ടല്ല ആണുങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിക്കേണ്ടത്. എടാ ഇതാണ് നമ്മളെ ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ്. നീ പറഞ്ഞ സമൂഹത്തിന്റെ ഒരാളായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ ജോലിക്ക് വിട്ടില്ലേ പറയും, ഓ അവന് പെണ്ണിനെ ഭയങ്കര സംശയം കേട്ടറേ. ജോലിക്ക് വിട്ടാ പറയും, അവ അവന്റെ ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് വീട്ടിൽ നിന്ന് തിന്നണമെന്ന്. ഒന്നും പറയണ്ട. നീ ജോലിക്ക് പോകാത്ത കാരണം എന്നാന്ന് പറഞ്ഞാൽ അത് ഇവിടെ പറയാം. അളിയാ, ഞാൻ ജോലിക്ക് പോകാത്ത കാര്യമൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഞാൻ ഇവിടെ നിന്ന് കുളിച്ചൊരുങ്ങി മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം അപ്പുറത്തെ പൂച്ച വട്ടം ചാടിയ ദോഷമാണോ അല്ലയോ? പെങ്ങളെ, പൂച്ച വട്ടം ചാടിയ ദുശകുനമാണ്. നമ്മൾ ആരും പുറത്തു പോലും ഇറങ്ങാൻ പാടില്ല. പൂച്ച വട്ടം ചാടിയ ദോഷമാണ്. കാലം ഒരു കാലത്ത് നന്നാവൂല. അച്ഛനാണ് ഈ ദോഷമല്ല, ഇവളെ ശാപമാണ്. ഞാൻ ജോലിക്ക് പോകാൻ പറ്റാത്തത്. എടാ ശാപവും ദോഷവും ഒക്കെ അവിടെ കിടക്കട്ടെ. ഒരു ദിവസം പൂച്ച വട്ടം ചാടി ഞാൻ സമ്മതിച്ചു. അതിന്റെ പിറ്റേ ദിവസം നിനക്ക് ജോലിക്ക് അത് ജോലി. ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോയി ഇറങ്ങി, അപ്പോഴും ആ പൂച്ച വട്ടം ചാടി. അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി, അപ്പോഴും പൂച്ച വട്ടം ചാടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പഴേ ഈ ഒരാഴ്ച പൂച്ച വട്ടം ചാടിയാറന്ന് നീ വരയ്ക്കാതിരിക്കുവായിരുന്നു. ഇതൊരു സൂപ്പർ ഐഡിയ എന്റെ കയ്യിലുണ്ട്. എന്താ? നീ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേ വാതിക്ക ചെന്ന് നോക്കണം, പൂച്ച വരുന്നുണ്ടോ. പൂച്ച കണ്ടോണ്ട നീ പൂച്ചക്കങ്ങ് വട്ടം ചാടണം. പൂച്ച ഒരാഴ്ച വീട്ടിൽ ഇരിക്കട്ടെ, നിനക്ക് പണിക്ക് പോവാല്ലോ. കാക്ക വിളിക്കുന്നു. ആ വെലിക്കാക്കേ, കാക്കേ. ശരി വരും. എന്തുവാ? നീ ഗൾഫിലൊക്കെ പോകാൻ നിൽക്കുമല്ലേ? അതെ. ഞാൻ പോയിട്ട് ടക്കനെ വരാം കാക്കയെ കണ്ടിട്ട്. അല്ല നീയേ, ഞാൻ ഉള്ളപ്പോ ഇവിടെ ടക്കനെ വന്നാ മതിയേ. ഞാൻ ഗൾഫിൽ പോകണമെങ്കിൽ ടക്കനെ വരണ്ട. അയ്യോ എന്റെ സഹോദരൻ വന്ന്. സഹോദരൻ വന്ന്. അതെന്തിനാ അടിച്ചത്? അല്ലയാ, ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് വായിക്കകത്ത് സ്പ്രേ അടിക്കും. അതടിക്കുന്നതല്ലയാ, ഇല്ലേ നാട്ടുകാർ നിന്നെ അടിക്കും. ഇത് എന്തോന്ന് വാട കളിയാ. പിന്നെ എങ്ങനെയാളിയാ ഫ്ലൈറ്റ് കയറ്റണത്?
ഡേയ്, നീ എത്ര മണിക്ക് ഫ്ലൈറ്റ് എത്ര മണിക്ക്? രാത്രി 8 മണിക്കാണ്. എങ്കിൽ പിന്നെ എന്തിനാ തള്ളിക്കൊണ്ടോ അങ്ങ് പോയാ പോരായിരുന്നു? അയ്യോ, ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എന്റെ പുന്നാര പെങ്ങളെ ഒന്ന് കാണണം. കൂട്ടത്തിൽ തോൽവി അറിയലേ. എടാ മോനെ, നീ അങ്ങ് പോയിട്ട് ഉടനെ തന്നെ ഇങ്ങനെ വിസ അയച്ചു കൊടുക്കണേടാ. എന്റെ പെങ്ങളെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അളിയിലുള്ള വിസ ഞാൻ ഫാക്സ് ചെയ്യില്ലേ. അളിയാ, എനിക്ക് അവിടെ എന്തിനാ അളിയാ ജോലി? സിമ്പിൾ. എന്റെ അളിയനായിട്ട് പറയില്ല, ചെറിയ ജോലി, മതി. നിസ്സാരപ്പെട്ട ജോലി, അത് മതി. കോൺക്രീറ്റിന്റെ പണി. അല്ല, കോൺക്രീറ്റ് പണിയാകുമ്പോ ആയാലും അത് മേശിൽ പണിയില്ലേ? അതെ. സിമ്മന്റ് ഉണ്ട്. സിമ്മന്റ് ഇട്ട് എന്റെ കയ്യിൽ ഇടാൻ പറ്റൂല. അതാ. എനിക്ക് അലർജിയാണ്. വേറെ ഏതെങ്കിലും പണി സിമ്പിൾ പണിയുണ്ട്, പെയിന്റ് അടി. മതി. അതാകുമ്പോ തേപ്പാണല്ലോ, അയക്കാൻ മതി. പേപ്പറിലേക്ക് മനസ്സിലായി. പക്ഷേ അളിയ 50 നില കെട്ടിടത്തിന്റെ മുകളിൽ ഊഞ്ഞാല് പോലെ കെട്ടിക്കിടന്നാണ് ഈ പെയിന്റ് അടിക്കേണ്ടത്. എന്റെ പൊന്നളിയാ, കെട്ടിടത്തിന്റെ മേളിലൊക്കെ എങ്ങനെ അളിയാ ഞാൻ അങ്ങനെ അത് ഊഞ്ഞാലാട് ഒരു കാര്യം ചെയ്യാ. ഞാൻ ഊഞ്ഞാലാടി തന്നെ അടിക്കണമെന്ന് അളിയ നിർബന്ധം ഉണ്ടെങ്കിൽ അവിടുത്തെ 2 പനയിൽ ഒരു ഊഞ്ഞാലെടുത്താ ഞാൻ അങ്ങനെ ആടി അടിക്കാൻ പോരെ. അപ്പൊ അളിയൻ ആടുന്നതാണ് ഇഷ്ടം അല്ലേ? അല്ല, വേറെ ഏത് വേക്കൻസി ഉണ്ട്? നല്ല സിമ്പിൾ ഒരു വേക്കൻസി ഉണ്ട്, ഒരു അറബിയുടെ വേക്കൻസി. ആക്കിയതാ. അളിയോടെ എന്താ ജോലി? പെങ്ങളെ, ചുമ്മാ അങ്ങോട്ടും ഇല്ലാട്ട് ഇങ്ങനെ നടക്കും, വെറുതെ നടക്കും. ചൂട് കാറ്റ് വരുമ്പോ ഞാൻ വീശും, ഇങ്ങനെ നടക്കും. പിന്നെ ഈത്തപ്പഴം പറിക്കും, പാലിലിടും, കുടിക്കും. ഈത്തപ്പഴം പറിക്കും, പാലിലിടും, ഞാൻ കുടിക്കും. ആര് കുടിക്കുമെന്ന്? അറബി കുടിക്കും. അല്ല, അവിടെ ഈത്തപ്പനയൊക്കെ ഒരുപാടുണ്ട് അളിയാ. അയ്യോ, കണ്ടെത്താ ദൂരത്തല്ലേ ഈത്തപ്പന. പെട്ടിന്ന് കാലെടുക്കും. അവിടെ കണ്ടെത്താ ദൂരത്താണ് നമ്മുടെ ഈ ഈത്തപ്പനകൾ വരുന്നത്. അപ്പൊ ഈ പനക്കേറ്റാണ് ജോലി അളിയുന്നത്. പനിയിൽ നമ്മൾ കയറട്ടെ. ഈ പനിയിൽ പ്രത്യേകത മെഷീൻ വെക്കും, അതിൽ ചവിട്ടും കയറും, ചവിട്ടും കയറും. നമ്മുടെ നാട്ടിൽ തെങ്ങേറ്റം എന്നാണ് പറയണത്. അളിയ, അപ്പോഴേ എനിക്ക് ഈ ജോലി ഇങ്ങനെ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. എന്റെ പൊന്നളിയ, കഷ്ടപ്പെടാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. അത് പറയാൻ വേണ്ടി കൂടി ഞാൻ ചേട്ടൻ വന്നത്. അളിയ, അളിയ 3 പെൺമക്കളല്ലേ, ആ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണ്ടേ? അപ്പൊ അതിന് വല്ല ഉത്തരവാദിത്വം ഇവിടെ. പറഞ്ഞുകൊട്. ഇവള് മൈക്ക് കെട്ടി വെച്ചാണ് നാട്ടുകാർക്ക് പറഞ്ഞത്. വെളിയിറങ്ങാൻ പറ്റില്ല. എല്ലാവരും ഉത്തരവാദിത്വം ഉണ്ടാ ചോദിക്കുന്നത്. അളിയാ, ഞാൻ ഗൾഫിലും വരുന്നില്ല, ഒരിടത്തും വരുന്നില്ല. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്ത് ബിസിനസ്? മുട്ട വാങ്ങാൻ വേണ്ടി പോകും. തെറ്റിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ നേക്ക് ബിസിനസ് ആണ്. ഞാനിപ്പം കടയിൽ പോയി 3 മുട്ട വാങ്ങിക്കും. ആ 3 മുട്ട ഞാൻ അടവെക്കും. അതിൽ ചിലപ്പോൾ 1 ചീഞ്ഞ് പോയിരിക്കാം, പക്ഷേ ബാക്കി 2 എണ്ണം വിരിയും. 2 കോഴി വരും. 2 കോഴി ഒരു മാസം എത്ര മുട്ടയിടും? 52 മുട്ടയിടും. അതെങ്ങനെ 2 കോഴി ഒരു മാസം 60 മുട്ടയിടില്ലേ? എടാ, ഞായറാഴ്ച കോഴി മുട്ടയിടൂല, അന്ന് സൺഡേ ഹോളിഡേ. 52 മുട്ടയില് 52 മുട്ട ഇരിക്കട്ടെ, അത് 2 മുട്ട ചിലപ്പോ അങ്ങ് ചീഞ്ഞ് പോയിരിക്കും. പക്ഷേ വീണ്ടും 50 മുട്ടയുണ്ട്. ആ 50 മുട്ട വിരിയും, കോഴികൾ വരും. ആ 50 കോഴി വീണ്ടും മുട്ടയിടും. ഞാൻ വീണ്ടും 50, 500 500, 1000 1000, 1500. ഈ സമയത്ത് നമ്മൾ ആദ്യമല്ല കോഴിയില്ലേ 2 എണ്ണം, അത് ഇട്ടോണ്ടിരിക്കുന്ന കോഴിയില്. അതാണ് നമ്മളെ മൂലധനം. അപ്പൊ ഈ 1000 2000 കോഴിയാകുമ്പോ ഈ കോഴിയായിട്ട് പടല ഞാൻ അങ്ങ് വിൽക്കും. ഇതാണ് കുഴപ്പം. അളിയന്റെ കുഴപ്പം ഇതാണ്. ഇത്രയും ബിസിനസ് ഡെവലപ്പ് ആയി വരുമ്പോൾ അളിയത്തിന് ആ കോഴി വിൽക്കുന്നത്. എടാ വിധി, എടാ ഞാൻ ബിസിനസിന്റെ വേറൊരു ടെക്നിക്കിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ കോഴികളെല്ലാം വിറ്റിട്ട് ഒരു 500 ആട് വാങ്ങി. അപ്പോഴും ആ 2 എണ്ണം ഇട്ടോണ്ടിരിക്കും. നമ്മുടെ മൂലധനം. അപ്പൊ ഈ 500 ആട് പ്രസവിച്ച് പാലൊക്കെ കറന്ന് 500 1000 1000 2000 ആകുമ്പോ നമ്മൾ ഒരുപാട് സ്ഥലമൊക്കെ വാങ്ങിച്ച് പണങ്ങളൊക്കെ ആയി, അക്കൗണ്ടിലൊക്കെ പൈസയൊക്കെ ആയി കേട്ടാ. ഈ 2000 ആടിന് അടപടല ഞാൻ അങ്ങ് വിൽക്കും. ഇതാണ് അളിയന്റെ കുഴപ്പം. അത് എന്ത് തുടങ്ങിയാലും ഉടനെ വിൽക്കുക, കള്ളു കുടിക്കാതെ വെച്ചിട്ടാ. അളിയാ, നിനക്ക് ബുദ്ധിപരമായ ചിന്തയില്ല, ടെക്നിക്കില്ല. എന്റെ 3 മക്കളെ കെട്ടിക്കണം, എനിക്ക് സ്വത്തുക്കൾ വേണം. ഞാൻ ഈ 2000 ആടിനെ വിട്ടിട്ട് വാങ്ങാൻ പോകുന്നറിയാമോ? പശുക്കൾ. പശു 500 പശു ആക്കി ഞാൻ. അപ്പോഴും ആ 2 കോഴി ഇട്ടോണ്ടിരിക്കും. അതിടണമല്ലോ. അപ്പോ ഈ 500 പശു ദിവസം നമുക്കൊരു 500 ലിറ്റർ പാല് തന്നെന്ന് വെച്ചോ. 500 ലിറ്റർ പാല് ദിവസം തരണമെന്ന് വെച്ചോ. എടി, 500 ലിറ്റർ പാല് ദിവസം തരുമ്പോ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് അറിഞ്ഞോടാ, നിനക്ക് അറിയാമോ? നമുക്ക് നല്ലൊരു മാനേജർ വെക്കണം. വേണം. നിന്റെ പരിചയത്തെ ആരും കൊണ്ടടി? മാനേജർ. മാനേജർ അയ്യാ, അടി അത് പറ്റൂലടിയാ. എന്നറിയാമോ, അത് ഗൾഫിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന അവിടെ പോയി ആരളിയാ വെയില് കൊള്ളുന്നു. ഈ കണക്കുകാര് കൃത്യമായി നോക്കട്ടെ. ഞാനാണ് മാനേജർ. അല്ല, അത് ശരിയാവും. ഞാനാണ് മാനേജർ. അല്ല, അളിയും ശരിയാവത്തില്ല. അളിയും ഇപ്പൊ അങ്ങ് ഗൾഫിൽ പോകാൻ വേണ്ടിയിരിക്കുമ്പോ അറബിയൊക്കെ വിളിച്ച് ചോദിക്കുന്നു. അറബി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് അറബിയോട് പറഞ്ഞതാ. അതല്ലേ, എന്നാൽ നിന്റെ എന്റെ അനിമതി പെങ്ങള്, ഞാനല്ലേ ഗൾഫിൽ പോണോ അതോ പോയാ ഞാൻ മടൽ വെട്ടി അടിക്കും. അളിയാ, പെൺബുദ്ധി നീ
മറക്കരുത്. ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അല്ലെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കാണ്. ആരും ഗൾഫിൽ പോ, ഞാൻ പിന്നെ അറിയിക്കാം. അളിയാ, ഇത്രയും വലിയ ബിസിനസ് വരുമ്പോൾ എന്തിനളിയാ ടിക്കറ്റ്? കളടാ മാനേജർ അപ്പോയിന്റ്മെന്റ് കൊടു ഓക്കെ, അപ്പൊ ഈ 500 ലിറ്റർ പാലുണ്ട്. അതില് 400 ലിറ്റർ പാല് നമ്മള് സൊസൈറ്റിക്ക് കൊടുക്കും. സൊസൈറ്റി കൊടുക്കും. കൊടുത്തേ അപ്പോഴും ആ 2 ഇട്ടോണ്ടിരിക്കുക. അത് ഇടണം. അതിട്ട് അതാണ് നമ്മുടെ മൂലധനം. അപ്പൊ ബാക്കി 100 ലിറ്റർ ഉണ്ട്. ആ 100 ലിറ്ററില് 25 ലിറ്റർ ഞാൻ എന്റെ ചക്കരയെ കൂടി. കാരണം അവള് ക്ഷീണിക്കും, ഞാൻ ക്ഷീണിക്കും. ഒരുപാട് സ്ഥലങ്ങളെ നോക്കാണല്ലോ. പോയിട്ട് ബാക്കി 25 ലിറ്റർ ഉണ്ട്. ആ 25 ലിറ്ററിൽ 100-ൽ 25 പോയാൽ ബാക്കി 75. അതിന് 25 എടുക്കുമ്പോ ആ 25 നമുക്ക് ഓടയിൽ ഒഴുക്കി വിടാം. എടി അതുവഴി പോണ പട്ടിയാ പൂച്ചേ നക്കി കുടിക്കട്ടെന്ന്. അല്ലയോ അവിടെ പട്ടിയും പൂച്ചയൊക്കെ കുടിക്കുന്നു. ഈ മാനേജറായി എനിക്കൊരു ഗ്ലാസ് പാലില്ലേ അളിയാ? അളിയാ നിനക്ക് തെറ്റി. നിനക്ക് ഞാൻ ഒരു ദിവസം കുടിക്കാൻ 25 ലിറ്റർ തരും. അളിയ അത് കുടിച്ച് വെളുക്കണം. അളിയാ ഞാൻ കുടിക്കൂല, ഞാൻ അതിന് കുളിക്കും. അപ്പൊ ബാക്കി 50 ലിറ്റർ ഉണ്ട്. 50 ലിറ്റർ അല്ലേ 30 ലിറ്റർ നമ്മളെ നാട്ടുകാരെ കുടിക്കട്ടെ. അടാളെ കിരികല്ലേ വെളുക്കട്ടെ. കുടിച്ച് 30 പൈസ ഒന്നും വാങ്ങരുത്. കുടുംബശ്രീയിലെ ടീമൊക്കെ എല്ലാം കൊടുക്കണം. ബാക്കി 20 ലിറ്റർ ഉണ്ട്. 20 ലിറ്ററിൽ നമ്മളെ 3 പെമ്മക്കൊക്കെ 15 ലിറ്റർ, 5 ലിറ്റർ വെച്ചിട്ട് 15 ലിറ്റർ. ബാക്കി 5 ലിറ്റർ ബാക്കി വരാണ്. ഈ 5 ലിറ്റർ നമ്മൾ ആർക്ക് കൊടുക്കും? അതിനിപ്പോ ആലോചിക്കാൻ തോന്നിരിക്കണ എന്റെ അച്ഛന് കൊടുക്കണം. നമ്മുടെ അച്ഛന് കൊടുക്കണം. പെങ്ങളെ എയർപോർട്ടിൽ എന്നെ വിളിക്കാൻ വന്നപ്പോ 2 മുട്ട് വേദനിച്ച് നടുവളഞ്ഞ് ദഹിക്കല. പാവ എന്റെ അച്ഛൻ അളിയാ എന്റെ അച്ഛന് കൊടുക്കാം. എന്റെ അച്ഛന് 5 ലിറ്റർ ആർക്ക് കൊടുക്കും? എന്റെ അച്ഛന്, നമ്മളെ അച്ഛന്. എന്റെ അച്ഛന് 5 ലിറ്റർ. 5 ലിറ്റർ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ കറന്ന് ഇത്രയൊക്കെ ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നിന്റെ അച്ഛന് ഞാൻ 5 ലിറ്റർ കൊടുക്കണം. ആ പഴുതാരക്ക് ഞാൻ 5 ലിറ്റർ കൊടുക്കും. നിന്റെ തന്തയ്ക്ക് പാലല്ലടി, ഞാൻ പാശാളം കൊടുക്കോടി. നമ്മുടെ അച്ഛനെ കുറ്റം പറഞ്ഞ എന്റെ അച്ഛന് 5 ലിറ്റർ പാൽ കൊടുത്തേ പറ്റൂ. എന്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോയപ്പോ എന്റെ കൂട്ടൽ വന്നപ്പോ ഒരു പൈസെടുത്ത് കൊടുക്കാത്ത കെട്ടി നിങ്ങൾ അളിയന്മാരിങ്ങനെ ശത്രുവാണ് ശത്രു. എന്റെ കഷ്ടപ്പെട്ട് ഞാൻ ഈ 500 പശുവിനെ കറന്നതിന് പാല് 5 ലിറ്റർ എവിടെ കൊടുക്കണോ? ഞങ്ങള് കഷ്ടപ്പെട്ട് എന്റെ മാനേജര് കണക്കെഴുത്ത്, ഞാൻ ചാണാൻ വാരി തൊഴുത്ത് കഴുകി. ഞങ്ങൾക്ക് 5 ലിറ്റർ പാല് എന്റെ പശു കഷ്ടപ്പെട്ട പാലത്തെ തണ്ട കൊടുക്കണോടാ. ബ്ലഡി ഫുൾ പശു പാൽ അച്ഛൻ എവിടെ പശു? എടാ നമ്മളെ പശു മേടിക്കുമല്ലോ. പശു മേടിക്കും? ഓ എങ്ങനെ മേടിക്കുമെന്ന്? ഇവ ഇവിടെ നിന്ന് വന്ന ആട് വിറ്റല്ലേ ഞാൻ പശുവിനെ മേടിക്കണം. ഓ ആണ്. ഓ ഏതാണ്? എടാ മറ്റേ 50 മുട്ട വിരിഞ്ഞ് കോഴി വരുമ്പോ ആ കോഴി വിറ്റില്ല ഞാൻ ആട് വാങ്ങണം. എടാ ദിവനത്തിന് പിച്ചും പേപ്പർ ഏത് കോഴിയുടെ കാര്യം പറയുന്നത്? എടാ ഞാൻ മറ്റേ ഇപ്പൊ വാങ്ങാൻ പോകില്ലേ മുട്ട, ആ മുട്ട വിരിയൂല് വിരിഞ്ഞുണ്ടാക്കുന്ന കോഴിയില്ലേ, അത് വിറ്റ് ആട് മാറ്റി പശു മാറ്റി അതിൽ 500 ലിറ്റർ വന്ന് അതാണ് 5 ലിറ്റർ ഒരു തന്തയ്ക്ക് കൊടുക്കണോ? ഞാൻ ഒരു തന്തയ്ക്ക് ഞാൻ 5 ലിറ്റർ കൊടുക്കണം. ഞാൻ കൊടുക്കണോ? അടിക്കാൻ പറ, ഞാൻ അത് കൊടുക്കണോ? നീ കൊടുക്കണ്ട, ഞാൻ തരാം. എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണോടാ നീ ബിസിനസ് തുടങ്ങിയത്? ഞാൻ നിന്റെ പശുക്കളില്ലേ എന്റെ വീട്ടിൽ ഞാൻ നട്ട 150 വാഴത്തായി അറിയുന്നത്, അതിനാരാണ് ഉത്തരം പറയുന്നത്? എടാ ബിനു, എടാ 1.5 സെന്റുള്ള വീട് നിനക്ക് 150 വാഴ? എടാ ഈ നിസ്സാര സമയം കൊണ്ടേ കോഴിയെ അട വെച്ച് ആടിനെ മേടിച്ച് പശുവിനെ മേടിക്കാങ്കിലേ 150 വാഴ വെക്കാൻ എനിക്ക് എന്നാ അധികം സമയം വല്ലതും വേണോ? പട്ടി കുറയ്ക്കുന്നതല്ല, വേണ്ട ഭഗവാന്. പൊട്ടിച്ച് ഫ്ലൈറ്റ് കയറാൻ പറ്റൂ? പറ്റല്ലേ? അതെന്താ? ഞാനൊക്കെ തിരിച്ച് ചെല്ലട്ടെ എന്ന്. ഞാനിത് എന്ത് ചെയ്യും? 10 രൂപയുണ്ട്,
10 രൂപ ഫ്ലൈറ്റിൽ പോകാൻ പറ്റുമോ? ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല. ഇല്ലേ? 10 രൂപ കൊണ്ട് കടയിൽ പോയി 2 മുട്ട വാങ്ങണം. എന്നിട്ട് അളിയനെ കളിയാ ഞാൻ അതിന്റെ മണ്ടയ്ക്ക് കയറി ഇന്ന് വിരിയിക്കണം. മനസ്സിലായോ? ഇവന്റെ അറബിയേ അല്ല എന്താണ് പറഞ്ഞത്? ഞാൻ അറബിയോട് പറയുമായിരുന്നു എന്തോന്ന്? ഇവന്റെ ജീവിതം പട്ടിയാക്കിയെന്ന്. അയ്യോ അപ്പൊ ആ മറ്റേ 2 മുട്ട ഇട്ടോണ്ടിരിക്കും